നെക്സ്റ്റ് ഒരീനയുടെ സ്പോർട്സ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിയിലെ ഫ്രീ പ്രാക്ടീസ് സെക്ഷനും പിന്നീട് സ്പ്രിന്റ് ക്വാളിഫയിങ്ങുമാണ് നടന്നത്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിലെ ആധിപത്യം മെഴ്സിഡീസ് വീണ്ടും തെളിയിച്ചു. ഫ്രീ പ്രാക്ടീസ് സെക്ഷനിലും സ്പ്രിന്റ് ക്വാളിഫയിങ്ങിലും ജോർജ് റസൽ മികച്ച പ്രകടനം നടത്തി. കൂടാതെ നാളത്തെ സ്പ്രിന്റ് റേസിലെ പോൾ പൊസിഷനും അദ്ദേഹം സ്വന്തമാക്കി. മെഴ്സിഡീസിന്റെ തന്നെ കിമി രണ്ടാം പോൾ പൊസിഷനും സ്വന്തമാക്കി. റെഡ് ബുള്ളിനെ സംബന്ധിച്ച് ഇന്നൊരു ബാഡ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. റെഡ് ബുൾ കാറിന്റെ ഡ്രൈവബിലിറ്റിയെ പറ്റി വെർസ്റ്റാപ്പൻ കമന്റ് പറഞ്ഞിരുന്നു. ഇത് ഒട്ടും ഡ്രൈവബിൾ അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കൂടാതെ അദ്ദേഹത്തിന് പോൾ പൊസിഷനിൽ എട്ടാമതെത്താനേ സാധിച്ചുള്ളൂ. നാളത്തെ സ്പ്രിന്റ് റേസിംഗിൽ അദ്ദേഹത്തിന് എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം. ഫെരാരി അവരുടെ പുതിയ റിയർ വിങ് ഇന്ന് ഫ്രീ പ്രാക്ടീസ് സെക്ഷനിൽ പരീക്ഷിച്ചു. പക്ഷേ അവർ വിചാരിച്ച അത്ര റിസൾട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിനെ തുടർന്ന് അവർ സ്പ്രിന്റ് ക്വാളിഫയിങ്ങിൽ അത് മാറ്റി പരീക്ഷിക്കുകയാണ് ഉണ്ടായത്. ഹാമിൽട്ടൺ നാലാമത്തെ പോൾ പൊസിഷൻ സ്വന്തമാക്കി. ഷാർല ക്ലർക്ക് ആറാമത്തെ പോൾ പൊസിഷനും. മൂന്നാമത്തെ പോൾ പൊസിഷൻ സ്വന്തമാക്കിയത് ലാൻഡോ നോറിസ് ആണ് മക്ലാറിന്റെ. ആൽപൈൻ്റെ പിയർ ഗാസ്ലി ഏഴാം സ്ഥാനവും അസിന്റെ ഒലിവർ ബിയർമാന് 9th പോൾ പൊസിഷനും സ്വന്തമാക്കി. ഇന്നത്തെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. F1 ഈ വർഷത്തെ ആദ്യത്തെ സ്പ്രിന്റ് പോരാട്ടം നാളെ നടക്കാൻ പോവുകയാണ്. എന്തായാലും സ്പ്രിന്റ് റേസിലും മെഴ്സിഡീസ് ആധിപത്യം പുലർത്തുമോ എന്ന് നാളെ കണ്ടറിയാം.